റോഷിപാൽ, ഇതിൽ ഉന്നതരിലേക്ക് ഏതൊക്കെ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. പോറ്റിക്ക് പിന്നാലെ ആരൊക്കെ? ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിട്ട വാർത്തകളിലുമുണ്ട് മുരാരി ബാബുവിന്റെ ഒരു ബന്ധം. മുരാരി ബാബുവിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമോ എന്നതാണ് അറിയേണ്ടത്. മാത്രമല്ല മറ്റുദ്യോഗസ്ഥർ, ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ദേവസ്വം ബോർഡിനെ തന്നെ പ്രതി ചേർത്തിട്ടുണ്ട്. മാത്രമല്ല ആരോപണം പലരിലേക്കും നീളുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ 5 അംഗ സംഘത്തിന്റെ ഗൂഢാലോചന, കേരളത്തിലെ ഉന്നതരുടെ പങ്ക് എന്നൊക്കെ പറയുമ്പോൾ അത് ആരിലേക്കൊക്കെ എത്തുമെന്നതാണ് നിലവിലെ ആകാംക്ഷ. വിനിത, നേരത്തെ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളിൽ ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പോലും സംശയമുനയിലാണ്. അതേസമയം ഭരണസമിതിയെ നേരത്തെ തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ്. ഭരണസമിതിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ഇതിൽ പ്രതിയാകും. ഇവർ ഇതിൽ ഉണ്ടായ ഈ കുറ്റകൃത്യത്തിൽ അവരുടെ പങ്കാളിത്തം എന്താണ് എന്നതാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത്. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമാകുക ഈ തൊണ്ടി മുതൽ കണ്ടെടുക്കുക എന്നുള്ളതാണ്. 2 കിലോഗ്രാം സ്വർണമാണ് നഷ്ടമായത്, മോഷ്ടിക്കപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇതെവിടെയാണ് കൈമാറ്റം ചെയ്തത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് വലിയ ഉത്തരവാദിത്വമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. ഏറെ വൈകാതെ ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിൽ സമർപ്പിക്കുകയും വേണ്ട. അന്വേഷണ പുരോഗതി കോടതിയെ ധരിപ്പിക്കണം. 6 ആഴ്ച സമയം മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. അതുകൊണ്ട് അതിവേഗത്തിൽ അന്വേഷണം പോകും. ഇത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും പ്രധാനിയായ മുരാരി ബാബുവിനെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ, ഏറെ വൈകാതെ തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ മുരാരി ബാബുവിൽ അവിടെ അവസാനിക്കില്ല. മറ്റു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ കൂടി തൊട്ടു പിന്നാലെ കസ്റ്റഡിയിലെടുക്കും. ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ, പത്മകുമാർ, അതിനൊപ്പം മറ്റ് ഭരണസമിതി അംഗങ്ങൾ, അവരെയൊക്കെ എപ്പോഴായിരിക്കും കസ്റ്റഡി എടുക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അവരൊക്കെ ഇതിൽ നിന്നും പാരിതോഷികം കൈപ്പറ്റിയോ? അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഷയിലുള്ള പ്രയോഗമാണത്. പാരിതോഷികം അവർക്ക് കൈമാറിയെന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കുണ്ടായ നേട്ടം എന്താണ്? അവർക്കും പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയായിരുന്നു അറിയണം. മാത്രമല്ല റോഷിപാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇന്നലെ നമ്മൾ പുറത്തുവിട്ട മൊഴികളിലും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം ഈ കട്ടിളപ്പാളി കൊണ്ടുപോകുന്നുണ്ട്. അതിൽ തനിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല 3 ലക്ഷം രൂപയോളം ഏതാണ്ട് നഷ്ടമുണ്ടായി. അതിനുശേഷമാണ് ഈ ദ്വാരപാലക പാളികൾ കൊണ്ടുപോയി സ്വർണം പൂശാം, അതിൽ നിന്ന് പണം തട്ടാമെന്നൊക്കെ ആസൂത്രണം ചെയ്തത് എന്ന് പറയുകയാണ്. നമ്മൾ പുറത്തുവിട്ട രേഖകളിലെല്ലാം തന്നെ ഇതിലൊരു പങ്ക് ഉദ്യോഗസ്ഥർക്കുണ്ട് എന്ന് വ്യക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെ കൊടുത്തയക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തവർ അവർ തന്നെയായിരിക്കണം ഈ ഗൂഢാലോചനയിലെ പ്രധാനികളും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യുപകാരം ചെയ്തവരും, അല്ലേ? അഭിനീത, അത് ഉറപ്പാണ്. കാരണം ബോർഡ് എടുക്കുന്ന തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ചെമ്പ് തകിടന്നാണ്. സ്വർണ്ണത്തകിടുകളൊക്കെ ചെമ്പ് തകിടാക്കി മാറ്റി കൈമാറാനുള്ള നിർദ്ദേശം നൽകുന്നു. അത് തിരക്കിട്ട എളുപ്പത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് തട്ടിക്കൊണ്ടുപോകാൻ ഉള്ള രീതിയിലേക്ക് മഹസറും തയ്യാറാക്കുന്നു. എല്ലാം ചെമ്പ് തകിടന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ തീരുമാനിച്ചത് എന്ന ചോദ്യമുണ്ട്. ഇതിനൊക്കെയുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണ്. അതിലേക്കാണ് പോകുന്നത്. തൊണ്ടി മുതലടക്കം കണ്ടെടുക്കണം, ഒട്ടേറെ തെളിവുകൾ ശേഖരിക്കണം. അതുകൊണ്ട് ഹൈദരാബാദിലും ബംഗളൂരുവിലും ചെന്നൈയിലും ഒക്കെ പോകേണ്ടി വരും. അവിടെ ഈ ചെമ്പ് തകിടിൽ സ്വർണം പൂശിയ കമ്പനികളിലും എവിടെയൊക്കെ ഈ ചെമ്പ് തകിടുകളൊക്കെ പ്രദർശിപ്പിച്ച് പൂജ നടത്തി പണം സമ്പാദിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി, അവിടെയൊക്കെ ഇത് കൊണ്ടുപോകേണ്ടി വരും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിന്. അങ്ങനെ വലിയ നീക്കങ്ങൾ ഇനി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടാകണം. ഇതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തം അത് വ്യക്തമാണ്. അതിന് യാതൊരു തരത്തിലും സംശയവുമില്ല. പക്ഷേ അതിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൽ കൃത്യമായ ഗൂഢാലോചനയിൽ പങ്കാളികളായത്? ഇടനിലക്കാരൻ മാത്രമാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഇതിനപ്പുറത്തേക്ക് മറ്റു പ്രമുഖർ ആരൊക്കെയുണ്ട് എന്നതെല്ലാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അന്വേഷണം അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോകും. പരമാവധി ആളുകളിൽ നിന്നും മൊഴിയെടുത്ത് തെളിവുകൾ ശേഖരിച്ചാകും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ. റോഷിപാൽ, വളരെ പ്രധാനപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ പരിശോധന നടത്തുകയാണ് SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ. മാത്രമല്ല സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക്, അത് സംബന്ധിച്ച മൊഴികളും നിർണായകമാണല്ലോ. കാരണം ഈ അന്വേഷണം നടക്കുന്നതിനിടെ പങ്കജ് ഭണ്ഡാരിയെ പോയി കണ്ടിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതായത് പങ്കജ് ഭണ്ഡാരി മൊഴി നൽകുന്നതിന് മുൻപ്. മാത്രമല്ല ഈ കൽപേഷിന്റെ ഇടനിലക്കാരനായുള്ള കൽപേഷിന്റെ റോൾ, അതിൽ പങ്കജ് ഭണ്ഡാരിക്കുള്ള ബന്ധം, നാഗേഷും പങ്കജ് ഭണ്ഡാരിയുമായുള്ള ബന്ധം, ഇതൊക്കെ തന്നെയും കൂട്ടിയിണക്കേണ്ടതുണ്ട്. അതിനിപ്പോൾ 2ാം ദിവസവും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അത് നിർണായകവുമാവുകയാണ്. തീർച്ചയായും അതിൽ പങ്കജ് ഭണ്ഡാരിയുടെ പങ്കാളിത്തം, അതിന് പുറമെ കൽപേഷ് എവിടെയാണ്? കൽപേഷിനെ കണ്ടെത്താനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് സജീവമായിട്ടുണ്ട്. കൽപേഷ് ഇതിൽ പ്രധാനിയാണ്.
ഈ സ്വർണം കൈവശപ്പെടുത്തിയതിൽ ഏറ്റവും പ്രധാനിയാണ്. ഈ 2 കിലോഗ്രാം സ്വർണം അത് ഉരുക്കി കൽപേഷിനെ ഏൽപ്പിച്ചു എന്ന രീതിയിലുള്ള കണ്ടെത്തലുകളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് കൽപേഷിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് വഴിത്തിരിവാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനപ്പുറത്തേക്ക് ഇതിലെ പ്രധാനികൾ ആരൊക്കെയെന്നൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതിവിടെ അവസാനിക്കുമോ? കാരണം ഇന്ന് നമ്മൾ പുറത്തുവിട്ട പ്രധാനപ്പെട്ട ഈ കഥകുമായി ബന്ധപ്പെട്ട് ശ്രീകോവിലിന്റെ വാതിൽ പാളികൾ എവിടെയെന്ന് ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കൂടി ഇനി ഉത്തരം കണ്ടെത്താൻ അന്വേഷണ സംഘം തയ്യാറാകുമോ എന്നത് പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഈ ദുരൂഹമായ പല നീക്കങ്ങളും ശബരിമലയിൽ നടത്തിയിട്ടുണ്ട്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അതിൽ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ഭരണസമിതി കൂടി പങ്കാളികളാണ് എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത്. അതുകൊണ്ട് ഈ സ്വർണം പൂശിയ ചെമ്പുതകടിൽ സ്വർണം പൂശിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമസ്ഥന്മാർ കൂടി കൃത്യമായ ഉത്തരം നൽകേണ്ടി വരും. ഹൈദരാബാദിൽ എന്തിനാണ് കൊണ്ടുവന്നത്? ചെന്നൈയിലെ കമ്പനി അവിടെ നിന്നും ഉരുക്കി സ്വർണം കൈമാറിയത് ആർക്ക്? അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇവർ നേരത്തെ നൽകിയ മൊഴികൾ യാഥാർത്ഥ്യമാണോ എന്നുകൂടി അത് ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിയിക്കേണ്ടി വരും അന്വേഷണ സംഘത്തിന്. കാരണം കേരളം ഉറ്റുനോക്കുന്നത് ഹൈക്കോടതിയുടെ ഏറ്റവും കൃത്യമായ നിരീക്ഷണത്തിൽ പോകുന്ന അന്വേഷണം കൂടിയാണ്. അതുകൊണ്ട് ഏറ്റവും സമഗ്രമായ രീതിയിൽ തന്നെ, കുറ്റമറ്റ രീതിയിൽ തന്നെ അന്വേഷണ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തിക്കേണ്ടി വരും അന്വേഷണ സംഘത്തിന്.